ദളിത് ചിന്തകനും എഴുത്തുകാരനുമായ KM സലീം കുമാർ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയാണ് അന്ത്യം. ദളിതരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു നടത്തിയ സാമൂഹിക പ്രവർത്തകനായിരുന്നു KM സലീം കുമാർ. തീവ്ര വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കും നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും വഴികാട്ടിയായത് അദ്ദേഹത്തിന്റെ ചിന്തകളായിരുന്നു. നെക്സലിസത്തിന്റെ കനലിൽ ചവിട്ടി നിന്നാണ് KM സലീം കുമാർ സ്വന്തം ചിന്തകളെ പാകപ്പെടുത്തിയത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ 1969 ആ 20കാരൻ നെക്സലൈറ്റ് ആയത്. ഇടുക്കി ജില്ലയിലെ വെള്ളിയാമറ്റത്തെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ പിന്നാക്കക്കാരുടെ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ച ബാല്യമായിരുന്നു. പുത്തൻപുരയ്ക്കൽ കൊലുമ്പൻ എടുത്തു വളർത്തിയതാണ് സലീം കുമാറിനെ. നാളിയാനി ഗോത്ര സ്കൂളിൽ അന്ന് LP മാത്രം. പിന്നെ കിലോമീറ്ററുകൾ നടന്ന് പൂച്ചപ്രയിലും അറക്കുളത്തുമായി UP പഠനം. പിന്നെയും അകലെ മൂലമറ്റം സർക്കാർ സ്കൂളിൽ ഹൈസ്കൂൾ പഠനം. ഒപ്പമുള്ളവരൊക്കെ പഠനം ഉപേക്ഷിച്ചപ്പോഴും സലീം കുമാർ അക്ഷരങ്ങളെ കൈവിട്ടില്ല. മികച്ച വിജയവുമായി എറണാകുളം മഹാരാജാസ് കോളേജിലെത്തിയത് അങ്ങനെയാണ്. കേരളത്തിലെ നക്സൽ വസന്തകാലത്തെ നേതാക്കളൊക്കെ കൊഴിഞ്ഞു പല വഴി പോയപ്പോഴും KM സലീം കുമാർ അക്ഷീണം തീവ്ര ഇടതുപക്ഷത്ത് തന്നെ നിന്നു. പിന്നെ CPML പ്രസ്ഥാനത്തിന്റെ മുഖ്യ സംഘാടകനായി. അധസ്ഥിത നവോത്ഥാന മുന്നണിയുടെ സംസ്ഥാന കൺവീനർ ആയിരിക്കുമ്പോഴാണ് വൈക്കത്ത് മനുസ്മൃതി കത്തിച്ചത്. ദളിത് ഐക്യസമിതിയുടെയും സംസ്ഥാന കൺവീനറായിരുന്നു. ദളിത് മഹാസഭ സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചു. സംവരണവും സമവായത്തിന്റെ രാഷ്ട്രീയവും ദളിത് പ്രത്യയശാസ്ത്രവും സമുദായവൽക്കരണവും ഭൂമിയുടെ ജാതിയും രാഷ്ട്രീയവും സംവരണം ദളിത് വീക്ഷണത്തിൽ ദളിത് ജനാധിപത്യ ചിന്ത, ഇതാണ് ഹിന്ദു ഫാസിസം, വംശമേധാവിത്വത്തിന്റെ സൂക്ഷ്മതലങ്ങൾ എന്നിവയാണ് പ്രധാന പുസ്തകങ്ങൾ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെഴുതിയ നികിരിച്ചൂട് എന്ന പങ്ക്തി ഏറെ ശ്രദ്ധേയമായിരുന്നു. രക്തപതാക മാസിക, നവോത്ഥാന മുന്നണി ബുള്ളറ്റിൻ, ദളിത് ഐക്യശബ്ദം എന്നിവയുടെ എഡിറ്ററായും പ്രവർത്തിച്ചു. കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ സുവ്യക്തമായ കയ്യൊപ്പിട്ട ധിഷണാശാലിയാണ് ഇപ്പോൾ വിടവാങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.